പാതുവായിലെ ഇടക്കുന്നിൽ വിശുദ്ധ അന്തോണീസിന്റെ നാമധേയത്തിൽ സ്ഥാപിതമായ നമ്മുടെ ഇടവക ദേവാലയം നവതിയുടെ നിറവിൽ സ്വർഗം പോലെ പ്രശോഭിക്കുന്നു. തലമുറകളുടെ പ്രാർത്ഥനകൾക്ക് പുണ്യവാളൻ മാധ്യസ്ഥം വഹിച്ചു. സ്വർഗീയനാഥൻ അനുഗ്രഹവർഷം ചൊരിഞ്ഞു. അങ്ങനെ ദൈവപരിപാലനത്തിൻ്റെ 90 വർഷങ്ങൾ ഒരു തീർത്ഥാടനം പോലെ നമുക്ക് ആ ചരിത്രത്തിലൂടെ സഞ്ചരിക്കാം. ആനന്ദിക്കുക, ആഹ്ലാദിക്കുക, ആഘോഷിക്കുക. പാതുവായിലെ സൂര്യൻ 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 സൂര്യൻ. ദൈവമക്കളെ, ഹൃദയം മുറിപ്പെട്ടവർക്ക് മുറിവുണക്കുന്ന ലേപനമായും അനാഥരാക്കപ്പെട്ടവരുടെ ആത്മമിത്രമായും രോഗികൾക്ക് സൗഖ്യമായും അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാതെ ഞാൻ എന്നും ഈ ദേവാലയത്തിലുണ്ടായിരുന്നു, ഇനിയുമുണ്ടാകും. ഈ പാതുവായിലെ ഇടക്കുന്നിൽ അസ്തമിക്കാത്ത സൂര്യനായി. എല്ലാവർക്കും നവതിയുടെ ആശംസകൾ.
AD 52 ഭാരതത്തിൻ്റെ അപ്പസ്തോലൻ വിശുദ്ധ തോമാസ് ശ്ലീഹായിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിച്ച ആദിമ ക്രൈസ്തവർ അങ്കമാലിയിലും അധിവസിച്ചിരുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ അവരുടെ പിന്മുറക്കാർ അങ്കമാലിയിൽ നിന്ന് ഇടക്കുന്നിലേക്കും കുടിയേറി പാർത്തു. ഇത് 1935 ഇടക്കുന്ന് ദേശം. നമ്മുടെ മണ്ണ് മണ്ണല്ലിത് പൊന്ന്, ഈ മണ്ണ് നല്ല മണ്ണൊരു കന്നീളം പെണ്ണ്, ആ കന്നീളം പെണ്ണ്. കന്നിപ്പെണ്ണിന് കാണിക്ക വെക്കാൻ എന്തെല്ലാം കൊണ്ടുവന്നു, എന്തെല്ലാം കൂറുകൾ വേർതിരിഞ്ഞങ്കം വെട്ടുന്ന കൂടപ്പിറപ്പിന്റെ ചോരയാണോ? പൊന്നല്ല പണമല്ല, പൊന്മുള പൊട്ടും മണിവിത്ത് വെട്ടിക്കിളച്ചു മറിക്കും അവരുടെ നെറ്റി വിയർപ്പിൻ തൂമുത്ത്. ഈ മണ്ണ് നമ്മുടെ മണ്ണ് മണലിത് പൊന്ന്, ഈ മണ്ണ് നല്ല മണ്ണൊരു കന്നീളം പെണ്ണ്, ആ കന്നീളം പെണ്ണ്. നമ്മുടെ മണ്ണ് മണ്ണല്ലിത് പൊന്ന്, ഈ മണ്ണ് നല്ല മണ്ണൊരു കന്നീളം പെണ്ണ്, ആ കന്നീളം പെണ്ണ്. താത്തിനന്തകത്തെയ്താരോ തകദീനന്തകത്തെയ്താരോ, താത്തിനന്തകത്തകദീനന്തകത്തകദീനന്തകത്തെയ്താരോ. അതെ, നമ്മുടെ അപ്പാപ്പന്മാരെയൊക്കെ സമ്മതിക്കണോട്ടോ. അതെന്താടാ?
അവരൊക്കെ ഇവിടെ കുടിയേറി പാർക്കുമ്പോഴേ ഇതൊക്കെ കൊടും വനങ്ങളായിരുന്നു. കൊടും വനങ്ങളോ? അപ്പോ അവിടെ മനുഷ്യരൊന്നും ഉണ്ടായിരുന്നില്ലേ? മനുഷ്യരോ? എടി, ഇതൊക്കെ വന്യമൃഗങ്ങളുടെ താവളങ്ങളായിരുന്നു. അതാടാ നമ്മുടെ അപ്പാപ്പന്മാരുടെ ഒരു ചങ്കുറപ്പ്. നെഞ്ചും വിരിച്ചങ്ങ് നിന്നാലുണ്ടല്ലോ ഏത് കൊലകൊമ്പനും മുട്ടുകുത്തും. അല്ല, അമ്മാമ്മമാരും അത്ര മോശമായിരുന്നില്ല. അപ്പാപ്പന്മാരുടെ തോളൊപ്പം നിന്നേ അവരും പൊരുതി കയറി. കാടായ കാടെല്ലാം വെട്ടിത്തെളിച്ച് കുന്നായ കുന്നെല്ലാം ഇടിച്ചു നിരത്തി മണ്ണിൽ പൊന്നു വിളയിച്ചവരാ നമ്മുടെ കാർന്നോമാര്. ചുള്ളി പൈലി ചേട്ടന്റെ 1 ഏക്കർ 50 സെന്റ് സ്ഥലം, മാവേലി തോമാ ചേട്ടന്റെ 50 സെന്റ് തൊടില്ലത് പള്ളി പണിയാൻ വേണ്ടി നീക്കിയിട്ടിരിക്കുക. ഇവിടെ നമ്മളൊരു വക്യോൽ കെട്ടിടം പണിതു. അതിൽ തിരുക്കുടുംബത്തിന് രൂപം വെച്ച് മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നുണ്ട്. വിശേഷ ദിവസങ്ങളിൽ കറുകുറ്റിപ്പള്ളിയിൽ നിന്ന് അച്ഛന്മാര് വരും. വറീദാശാനും പൈലിയാശാനും ഈ പള്ളിക്കെട്ടിടത്തിൽ തന്നെ താമസിച്ച് നമ്മുടെ മക്കളെ നിലത്തെഴുത്ത് പഠിപ്പിക്കുന്നു. നമുക്കും കറുകുറ്റിപ്പള്ളി പോലെ ചന്തമുള്ള ഒരു പള്ളി വേണം. ആശാൻ കളരി മാത്രം പോരാ, നമ്മുടെ മക്കൾക്കും പഠിക്കാൻ ഈ എടക്കുന്ന ദേശത്ത് തന്നെ ഒരു പള്ളിക്കൂടം വേണം. അരമനയിലേക്ക് അപേക്ഷ പോയിട്ടുണ്ടല്ലോ. മൂക്കന്നൂർ പള്ളിയിലെ വികാരിയച്ഛന് പരിശ്രമിക്കുന്നുണ്ട്. എല്ലാ പരിശ്രമങ്ങൾക്കും അപ്പുറത്ത് അന്തോണീസ് പുണ്യവാളന്റെ അനുഗ്രഹവും ഉണ്ടാവണം. എനിക്ക് ഉറപ്പാ പുണ്യാളൻ നമ്മളെ കൈവിടില്ല. ആയിരത്തി 1937 മാർച്ച് 15 അന്തോണീസ് പുണ്യവാളന്റെ അനുഗ്രഹം എറണാകുളം ഭദ്രാസന അരമനയിൽ നിന്ന് ഒരു കൽപ്പനയായി കറുകുറ്റിപ്പള്ളിയിലെത്തുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. വികാരിയച്ഛൻ വലിയ ഔസേപ്പച്ചൻ? അതെ, ഞാൻ തന്നെയാണ് വികാരിയച്ഛൻ. നിങ്ങൾ എവിടെന്നാ വരുന്നേ? ഞാൻ എറണാകുളം അരമനയിൽ നിന്നാ. വികാരി ജനറൽ വല്യാറമ്പത്ത് ഗീവർഗീസ് കത്തനാരുടെ ഒരു കൽപ്പനയുണ്ട്. കൽപ്പനയോ? എവിടെ? കാണട്ടെ. ദാ, സ്തുതിയായിരിക്കട്ടെ. ഞങ്ങളെ എടക്കുന്നീന്നാ വരുന്നേ. പള്ളിപണിയുടെ കാര്യം വല്ലതും ആയോന്നറിയാൻ വേണ്ടി വന്നതാ. ഇനി നിങ്ങൾക്ക് പള്ളിപ്പണിയുടെ കാര്യം പറഞ്ഞ് ഇവിടെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കേണ്ടി വരില്ല. അന്തോണീസ് പുണ്യാളൻ എടക്കുന്നുകാരുടെ പ്രാർത്ഥന കേട്ടു. അല്ല, വലിയച്ഛൻ പറഞ്ഞു വിടുന്നത്. കണ്ടോ, ഇത് ഗീവർഗീസ് കത്തനാരുടെ കൽപ്പനയാ. എടക്കുന്നിൽ പുതിയൊരു പള്ളി പണിയാൻ അരമനയിൽ നിന്ന് അനുവാദം തന്നിരിക്കുന്നു. എന്റെ പുണ്യാളച്ച, നീ കാത്തു. പള്ളി പണി തുടങ്ങുന്നതിന് മുൻപ് അവിടെ 2 വീട്ടുകാര് പള്ളിക്ക് വേണ്ടി തരാമെന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്തിന്റെ തീറാധാരം നടത്തണമെന്നാ കൽപ്പനയിൽ പറഞ്ഞിരിക്കുന്നത്. അത് നടത്തുവച്ചോ. പൈലിച്ചേട്ടൻ 2 ഏക്കർ സ്ഥലം മാറ്റി വെച്ചിട്ടുണ്ട്. അവിടെ ഞങ്ങൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരു വക്യോൽപുര കെട്ടി പ്രാർത്ഥന നടത്തുകയാണ്. അല്ല, അച്ഛനതറിയാലോ. പിന്നെ ഞാൻ അവിടെ വന്ന് കുർബാന ചെല്ലാറുള്ളതല്ലേ. ആ 2 ഏക്കറ് ഇട്ടൂപ്പ് കത്തനാരുടെ പേരിലും കൈക്കാരന്മാരായ വർക്കിയുടെയും ലോനയുടെയും പേരിലും തീറാക്കും. അല്ല, 1 ഏക്കർ 50 സെന്റ് സ്ഥലമല്ലേ പൈലിച്ചേട്ടൻ പള്ളിക്ക് തീറായിട്ട് കൊടുക്കുക? പിന്നെ എന്തിനാ 2 ഏക്കർ മാറ്റിയിട്ടിരിക്കുന്നത്? അത് പൈലിച്ചേട്ടനും തോമാച്ചേട്ടനും തമ്മിലുള്ള ഒരു വാക്കാണച്ചോ.
തോമൻ ചേട്ടൻ 50 സെന്റ് സ്ഥലം പൈലിച്ചേട്ടന് തീർ കൊടുക്കും. അതോടെ 2 ഏക്കർ ഒറ്റ ഭൂമിയായി പള്ളിക്ക് കിട്ടും. ഇനി പള്ളി പണി തുടങ്ങിയാ മതി അച്ചോ. തുടങ്ങാം. ഞാനും കൊച്ചച്ഛൻ മാതേക്കിൽ മത്തായി അച്ഛനും പള്ളി പണിക്ക് നേതൃത്വം കൊടുക്കും. എല്ലാം നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാച്ചോ. ഇടക്കുന്ന് ദേവാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വിശ്വാസികളിൽ നിന്ന് സംഭാവനകൾ സ്വീകരിച്ചും പിടിയരി, പിടിനെല്ല് എന്നിവ ശേഖരിച്ചും അന്നവർ സമ്പാദിച്ച പണം കൊണ്ടാണ് ദേവാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. അങ്ങനെ 1939 ഫെബ്രുവരി മാസത്തിൽ പുതിയ ദേവാലയത്തിന്റെ ആശീർവാദ കർമ്മം എറണാകുളം അതിരൂപതയുടെ മെത്രാപ്പോലിത്ത കണ്ടത്തിൽ മാർ അഗസ്തിനോസ് നിർവഹിച്ചു. കർത്താവിൽ പ്രിയരെ, ഇടക്കുന്ന് നിവാസികളുടെ ചിരകാല സ്വപ്നം ഇന്നിവിടെ യാഥാർത്ഥ്യമാവുകയാണ്. നിങ്ങളുടെ മനമൊരുകിയുള്ള പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകിയിരിക്കുന്നു. വിശുദ്ധ അന്തോണീസിന്റെ നാമധേയത്തിൽ ഈ ദേവാലയം ഞാനിതാ വിശ്വാസ സമൂഹത്തിനായി സമർപ്പിക്കുന്നു. കൈയും മേ
നെഞ്ഞുടനെ ഇതെത്തിത്തെ മർദല നിറുകിട്ടും അതിനൊരു തേരത്തിൽ മംഗളമായവർ ഉഗീച്ച് ഇതെത്തിത്തെ കൈക്കൊണ്ടവനൊരു ഞൊട്ടിയലവാൾ ചെന്നറിയിച്ചവൻ ചിന്നമലയ്ക്ക് ഇതെത്തിത്തെ കരുണയൊട്ടിത്തു വഴി ചൊൽവതിനഴകാൽ അങ്ങുമിങ്ങും മന സുതപരിചെ ഇതെത്തിത്തെ നലമുടുക്കലാകിൻ നിറമഴകൾ നന്ദുനിയും കടകലതരമി തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തി നന്മവരും വകപലമൊഴിയെ സുതി നന്നായി മറന്നുകൾ പുറമ്പേതെ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തി ഉടുമ്പിൽ നിന്നുയിരെടുത്ത ആകാശേ ഉയരവൻ ഇരുപ്പിടം ഉകീച്ച് ഇതെത്തിത്തെ ഉടുമ്പേ വച്ച് തനമിതു മക്കളും മനുദിനം നല്ല വഴിക്ക് നടപ്പവരെ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തി വൻപിനെ ഒഴിയാ പരിയവനൊരു വഴിച്ചിറമോട് തേടി പുലരാമി തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തി തിത്ത തകത തികത തികതക തികത തികത താങ്കര തിത്ത താങ്കര തികത ഇന്ദേ ദത്ത ദത്ത ദുർഗതേ. ആയിരത്തി 1941 ഏപ്രിൽ 12 എറണാകുളം മെത്രാപ്പോലിത്തയുടെ കൽപ്പന പ്രകാരം ഇടക്കുന്ന് സെന്റ് ആന്റണീസ് ദേവാലയം സ്വതന്ത്ര ഇടവകയായി ഉയർത്തപ്പെടുന്നു. ദേവാലയത്തിന്റെ പ്രഥമ വികാരിയായി വലിയ ഔസേപ്പച്ചൻ നിയമിതനായി. കാളവണ്ടി വന്നു. എടാ പവിയാലോസേ, ആ കഥനയ്ക്ക് തീ കൊടുക്കടാ. അച്ഛന് നമ്മുടെ ഇടവക പള്ളിയിലേക്ക് സ്വാഗതം. ഞാൻ പണി കഴിപ്പിച്ച പള്ളിയിൽ തന്നെ ആദ്യത്തെ വികാരിയച്ഛനായി എനിക്ക് നിയമനം കിട്ടാമെന്ന് പറഞ്ഞ എനിക്ക് ഉറപ്പാ. ഇത് അന്തോണീസ് പുണ്യാളൻ എനിക്ക് തന്നൊരു സമ്മാന. പള്ളി പണി കഴിഞ്ഞിട്ടും കറുകുറ്റിപ്പള്ളിന്ന് അച്ഛന്മാര് വന്ന് കുർബാന ചൊല്ലായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് സ്വന്തമായ ഒരു പള്ളിയും കിട്ടി, സ്വന്തമായ ഒരു അച്ഛനെയും കിട്ടി, സ്വന്തമായിട്ടൊരു പുണ്യാളനെയും കിട്ടി. അല്ലച്ചാ, പള്ളി കൊച്ചുത്രേസ്യ പുണ്യാളത്തിയുടെ പേരിലാണെന്ന് പറയുന്നുണ്ടല്ലോ, അതെന്താച്ചാ പ്രശ്നം? നമ്മുടെ കപ്പേള കൊച്ചുത്രേസ്യ പുണ്യാളത്തിയുടെ പേരിലാണല്ലോ. അതായിരിക്കാം അങ്ങനെ ഒരു പെശക് പറ്റിയത്. എന്തായാലും അതിരൂപത തന്നെ അത് ഇപ്പോൾ തിരുത്തിയിട്ടുണ്ട്. പള്ളി അന്തോണീസ് പുണ്യാളന്റെ പേരിൽ തന്നെയാണ്. കൊച്ചുത്രേസ്യ പുണ്യാളത്തിയുടെ പേരിൽ ആശീർവദിച്ച് അന്തോണീസ് പുണ്യാളുടെ പേരിൽ അറിയപ്പെട്ട ഇടവകപ്പള്ളി ചരിത്രം അങ്ങനെ തിരുത്തി വായിക്കട്ടെ. ചരിത്രമാവേണ്ടത് അതൊന്നുമല്ല, നമ്മുടെ വിശ്വാസ കൂട്ടായ്മയാണ്. ഈ ഗ്രാമത്തിന്റെ ഹൃദയമാണ് ഈ ദേവാലയം. ഹൃദയത്തിന്റെ വിശുദ്ധിയാണ് ഗ്രാമത്തിന്റെ വിശുദ്ധി. സ്വയം വിശുദ്ധീകരിക്കാൻ പ്രാർത്ഥന പോലെ മറ്റൊരു മാർഗം ഈ ഭൂമിയിലില്ല. ആയിരത്തി 1941 ജൂലൈ 1 ഇടക്കുന്നു പള്ളിയിൽ സെമിത്തേരി പണിത് വെഞ്ചരിക്കുന്നതിന് എറണാകുളം അതിരൂപതയിൽ നിന്ന് അനുമതി ലഭിക്കുന്നു. തുടർന്ന് സെമിത്തേരിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു.
ഇന്നലെ വരെ ഒരു മരണം നടന്ന മഴയും വെയിലും കൊണ്ട് ശവപ്പെട്ടിയും ചുവന്ന് കറുകുറ്റി പള്ളിയിലേക്ക് മൈലുകളോളം നടക്കണമായിരുന്നു. പെട്ടെന്നൊരു മഴ വന്ന ശവപ്പെട്ടിയും കൊണ്ട് എവിടേക്ക് ഓടാനാ? പെരുമഴയും കൊണ്ട് നടക്കും. അന്ന് പുണ്യാളോട് പറഞ്ഞതാ, ചത്തവരെങ്ങനെ നനക്കല്ലേ പുണ്യാളാ. അതല്ലെങ്കിൽ കാളവണ്ടിയിൽ ശവം കയറ്റി കാൽനടയായിട്ട് പോണം, ഉരുക്കളെ ചന്തയ്ക്ക് കൊണ്ടുപോകുന്ന പോലെ. ഇനി നമുക്കും നമ്മുടെ തലമുറകൾക്കും മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ കിടക്കാം, നമ്മുടെ സ്വന്തം സെമിത്തേരിയില്. അച്ഛാ, ഇത് നമ്മുടെ അന്തോണിച്ചേട്ടനാ. അന്തോണിച്ചേട്ടന്റെ മോളെ അന്നലെ മരിച്ച്. അന്തോണിച്ചേട്ടൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ അച്ഛനെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാ. എന്നെ എങ്ങോട്ട് കൊണ്ടുപോവാൻ? എൻ്റെ വീട്ടിലേക്ക്. എൻ്റെ മോളെ നമുക്ക് കറുകുറ്റി പള്ളി കൊണ്ടുപോയി അടക്കണ്ട അച്ചോ. നമുക്കിവിടെ സ്വന്തമായൊരു സെമിത്തേരി ഉള്ളപ്പോ പിന്നെ എന്തിനാ അന്തോണിച്ചേട്ടാ മറിയത്തെ കറുകുറ്റിപ്പള്ളി കൊണ്ടുപോയി അടക്കുന്നേ? അച്ചോ, മറിയത്തെ നമ്മുടെ പള്ളിയിലേക്ക് എടുക്കടാ മക്കളെ. 1941 സെപ്റ്റംബർ 24 കളിയാറക്കരയിൽ പുതുശ്ശേരി അന്തോണിയുടെയും ത്രേസ്യയുടെയും മകൾ മറിയം ഈ സെമിത്തേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആദ്യത്തെ ഇടവകാംഗമായി. ജനുവരി 2 സെയിന്റ് ആന്റണീസ് ഇടവക ദേവാലയം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. മെയ് മാസത്തിൽ വിദ്യാരംഭം കുറിച്ചു. കറുകുറ്റി കർമ്മലമഠത്തിലെ കന്യാസ്ത്രീകൾ അധ്യാപികമാരായി. തുടർന്ന് സെയിന്റ് ആന്റണീസ് LP സ്കൂൾ ഉദയം ചെയ്തു. ഇടക്കുന്ന ദേശത്തിൻ്റെ സ്വന്തം വിദ്യാലയം. കുട്ടികളെ, കുട്ടികളെ, അറിവിന് ജാതിയുണ്ടോ? ഇല്ല. മതമുണ്ടോ? ഇല്ല. അറിവിനേക്കാൾ വലിയൊരു സമ്പത്തുണ്ടോ? ഇല്ല. എന്നാ പറയൂ, ഏറ്റവും വലിയ അറിവേതാ? നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് എന്താ? അതെ കുട്ടികളെ, സ്നേഹത്തെക്കാൾ വലുതായി മറ്റൊന്നുമില്ല. കാരണം ദൈവം സ്നേഹമാണ്. സ്നേഹം ദൈവമാണ്.
ആലിപ്പഴം പെറുക്കാൻ പീലിക്കൂട നിവർത്തി, ആലിപ്പഴം പെറുക്കാൻ പീലിക്കൂട നിവർത്തി. പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നോലഞ്ഞാലിക്കുരുവി വഴിവാ, ആലിപ്പഴം പെറുക്കാൻ പീലിക്കൂട നിവർത്തി, ആലിപ്പഴം പെറുക്കാൻ പീലിക്കൂട നിവർത്തി. പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നോലഞ്ഞാലിക്കുരുവി വഴിവാ. ഏതൊരു നാടിൻ്റെയും ആത്മാവിഷ്കാരമാണ് യുവജനങ്ങൾ. കല, കായികം, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ സമസ്ത മേഖലകളിലും യുവശക്തി നാടിനെ വിശ്വവിഖ്യാതമാക്കുന്നു. ഇടക്കുന്ന് സെയിന്റ് ആന്റണീസ് ദേവാലയത്തിൻ്റെ യുവതയും ചരിത്രം രചിക്കുന്നവരാണ്. ഞങ്ങൾ വെറും പടക്കുതിരകൾ മാത്രം. പട നയിക്കുന്നത് പുണ്യവാളനാണ്, അന്തോണീസ് പുണ്യവാളൻ. ആയിരത്തി 1943 ഓഗസ്റ്റ് 5-നും 1958 മെയ് 20-നും 1962 ജൂലൈ 19-നും ഇടവക ജനങ്ങളുടെ ബാഹുല്യ നിമിത്തം പള്ളിയിൽ ഭാഗികമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് കൽപ്പനകളുണ്ടാകുന്നു. 1985 ഒക്ടോബർ 21-ന് നമ്മുടെ ഇടക്കുന്ന് സെയിന്റ് ആന്റണീസ് ഇടവക ദേവാലയം പുതുക്കി പണിയുവാൻ അനുമതി ലഭിക്കുന്നു. 1990 ജനുവരി 4-നാണ് ആന്റണി പടിയറ പിതാവ് ഇന്ന് കാണുന്ന ദേവാലയത്തിൻ്റെ ആശീർവാദ കർമ്മം നിർവഹിച്ചത്. 2010 ദേവാലയത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലി 75 വർഷത്തെ ആഘോഷങ്ങളുടെ ജീവിക്കുന്ന സ്മാരകമായി ഈ പ്ലാറ്റിനം ജൂബിലി ഹാൾ നമുക്ക് ലഭിച്ചു. നവതിയുടെ ഓർമ്മയ്ക്കായി ഇന്ന് തറക്കല്ലിട്ട നവതി ടവറും ഈ മണ്ണിലുയരും. നവതി ആഘോഷിക്കുന്ന
സെയിന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിലേക്ക്. മുന്നൂർപ്പിള്ളിയിലെ കാൽവരി പള്ളി, മരങ്ങാടത്തെ ഹോളി ഗോസ്റ്റ് പള്ളി, ഏഴാറ്റുമുഖത്തെ സെന്റ് തോമസ് പള്ളി, പന്തക്കലെ വിശുദ്ധ മദർ തെരേസയുടെ പള്ളി, അട്ടാറയിലെ വിശുദ്ധ അൽഫോൻസാമയുടെ പള്ളി, ഇതെല്ലാം നമ്മുടെ ഇടവകയിൽ നിന്ന് രൂപം കൊണ്ട ദേവാലയങ്ങളാ. ഒരു കുടുംബത്തിലുള്ളവരെല്ലാം ഒത്തൊരുമയോടെ ദൈവവിശ്വാസത്തിൽ ജീവിക്കുമ്പോഴാണ് അതൊരു ഉത്തമ കുടുംബമായി മാറുന്നത്. നമ്മുടെ ഇടവകയും ഒരു വലിയ കുടുംബമാണ്, വലിയൊരു തിരുകുടുംബം. CLC, KCYM, മാതൃസംഘം, വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി, സീനിയർ സിറ്റിസൺ ഫോറം, യൂതിത് ഫോറം, ഗ്രേസ് റിപ്പിൾസ്, ഗായക സംഘം, വിശ്വാസ പരിശീലനം, തിരുവാള സഖ്യം, അൾത്താര ബാലന്മാർ, കുടുംബ യൂണിറ്റുകൾ. സൂര്യനിൽ നിന്ന് കിരണങ്ങൾ പ്രസരിക്കുന്ന പോലെ നന്മയുടെ കിരണങ്ങൾ ഈ പള്ളിയുടെ മതിൽക്കെട്ടും കടന്ന് ഗ്രാമത്തിലും പ്രകാശിക്കുന്നു. കുട്ടികൾക്ക് പഠിക്കാനിടം, പ്രായമായവർക്ക് ഒത്തുകൂടാനിടം, അമ്മമാർക്ക് തൊഴിൽ പരിശീലനങ്ങൾ. ഇടവക വികസിച്ചാൽ അത് നാടിന്റെ വികസനം കൂടിയാണ്. ബൈബിൾ കലോത്സവങ്ങളിൽ നമ്മൾ സംസ്ഥാന തലത്തിൽ ഒന്നാമതാകുന്നു. കായിക മത്സരങ്ങളിലും നിരന്തരം ജേതാക്കൾ. ലോഗോസ് ക്വിസ് മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ കുടുംബങ്ങൾ പങ്കെടുത്ത ഇടവക നമ്മുടെ ഇടവക. അതിന് സംസ്ഥാന തലത്തിൽ 1-ാം സ്ഥാനം. നമ്മുടെ ഇടവകയിലെ സമർപ്പിത ജീവിതം നയിക്കുന്ന വൈദികർ, കർത്താവിന്റെ തിരുമണവാട്ടിമാർ, ഈ നവതി ആഘോഷത്തിൽ അവരെയും ഓർക്കുന്നു. ഞങ്ങളുടെ മാർഗദർശി അന്തോണീസ് പുണ്യവാളൻ. കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂത്തിങ്കൾ, കണ്ണിൽ കണ്ണിൽ നാടിച്ചെത്തി നക്ഷത്ര പക്ഷി. വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂത്തിങ്കൾ, കണ്ണിൽ കണ്ണിൽ നാടിച്ചെത്തി നക്ഷത്ര പക്ഷി. മെല്ലെ മെല്ലെ മുല്ലേതൊരു മുന്നാടിത്തേ, എല്ലാം എല്ലാം നിന്നോടൊരു ചൊല്ലായി ചൊല്ലാം. മരിച്ചുവാനെ നീ എന്നിൽ കേറി മനമാകെ പാറി മേലാകെ കുഴയാനെ താനെ നീ പടുമാവിൽ തൂങ്ങും കടവാവൽ പെണ്ണ് കൊതി
പകച്ചിരിക്കണം പൊള്ളിച്ചിരിക്കണം വെളിച്ചം മങ്ങണം നിനക്ക് മുന്നിൽ പിടിച്ചു നിൽക്കണ്ട പെണ്ണെ ഭൂമി കറങ്ങി നിൽക്കണ് കുലുങ്ങി നിൽക്കണ് തല കുഞ്ഞിക്കണ് കടലിളക്കണ് തിളച്ചു നിൽക്കണ ഉലുക്ക നീയടി പൊന്നെ ഡെലുലു ഡെലുലു മൈ ഡെലൂഷണൽ സൊല്ലുലു ബന്ദിപ്പൂ പെണ്ണെ ഞാൻ still on you ഡെലുലു ഡെലുലു എൻ ട്രഡീഷണൽ ചിലബു എന്നും കണ്ടാലും I on you ഡെലുലു ഡെലുലു മൈ ഡെലൂഷണൽ സൊല്ലുലു ബന്ദിപ്പൂ പെണ്ണെ ഞാൻ still on you വർഷങ്ങൾ ഞങ്ങളെ കാത്തു പരിപാലിച്ചതിന്, ഉദ്ദിഷ്ട കാര്യങ്ങൾ നിറവേറ്റി തന്നതിന്, ദൈവമകന്റെ തിരുമുമ്പിൽ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിച്ചതിന് അന്തോണീസ് പുണ്യവാളന് ഇടവക ജനത്തിന്റെ ആത്മസമർപ്പണം. ദൈവമക്കളെ, നമ്മൾ നവതിയിൽ നിന്ന് 100-ാം വർഷത്തിലേക്ക് അടുക്കുകയാണ്. ആഘോഷങ്ങളിൽ നിന്ന് ആത്മീയത ചോർന്നു പോകരുത്. മനസ്സിൻ്റെ മതിൽക്കെട്ടുകൾ തകർക്കണം. തിരുനാളുകൾ ഏറ്റുകഴിക്കണം. എൻ്റെ ആലയം കൃപയുടെ കൂടാരമായി എന്നേക്കും നിലനിൽക്കും. പ്രാർത്ഥനയിലൂടെ, പ്രവൃത്തിയിലൂടെ നമുക്കൊന്നായി ഈ ഭൂമിയിൽ സ്വർഗം പണിയാം. വിശ്വമഹാവിശുദ്ധനെ, വിശ്വാസികൾ തന്നായകനെ, വിശ്വമഹാവിശുദ്ധനെ, വിശ്വാസികൾ തന്നായകനെ, വിജ്ഞാനത്തിൻ താരകമേ, വ്യാകുലമാനസർക്കാശ്രയമേ, വിജ്ഞാനത്തിൻ താരകമേ, വ്യാകുലമാനസർക്കാശ്രയമേ, ഇടക്കുന്നു ദേശത്തിൻ മധ്യസ്ഥനേ, വിശുദ്ധനാം അന്തോണീസ്
പുണ്യതാതാ. ഇടക്കുന്ന ദേശത്തിൻ മധ്യസ്ഥനേ വിശുദ്ധനാം അന്തോണീസ് പുണ്യതാതാ. നിൻ പ്രിയ സുതരെ കാത്തിടണേ എന്നും, നിൻ പ്രിയ സുതരെ കാത്തിടണേ എന്നും. പാതുവായിലെ താരകമേ ധന്യനാം അന്തോണീസേ, യാചിച്ചാൽ കൈവിടാത്തൊരു പുണ്യവാനേ. പാതുവായിലെ താരകമേ ധന്യനാം അന്തോണീസേ, യാചിച്ചാൽ കൈവിടാത്തൊരു പുണ്യവാനേ. എന്നെന്നും തുണയായി നീ വരണേ, എന്നെന്നും തുണയായി നീ വരണേ.